ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള ഇപ്പോൾ അവിടെ നിന്നും മാറിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? അതോ വീണ്ടും ഗവർണറായി തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അദ്ദേഹത്തെ നിശ്ചയിക്കുമോ? ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ BJP തന്നെ ലക്ഷ്യമിടുന്നത്. ഒരു നേതൃത്വ ക്ഷാമവും ഉണ്ടല്ലോ, അത് പരിഹരിക്കാനായി വീണ്ടും ശ്രീധരൻപിള്ളയെ കേരളത്തിൽ എത്തിക്കാനുള്ള സാധ്യതയും കൂടുതലാണല്ലോ. ഈ മറ്റ് സംസ്ഥാനത്ത് ഗവർണറാകും എന്നുള്ള ഒരു അഭ്യൂഹവും പരക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് ഗവർണറായിരുന്ന ആള് പിന്നീട് ഗവർണറായിട്ട് തന്നെ ജീവിതാവസാനം വരെ പോകണമെന്നൊന്നുമില്ല. പിന്നീട് വേണമെങ്കിൽ MLA ആകാം, MP ആകാം, മന്ത്രിയാകാം, കേന്ദ്രമന്ത്രിയും ഒക്കെ ആകാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. ഏത് മേഖലയിലേക്ക് പോകണമെന്നുള്ളത് അവരുടെ ആ പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെ തീർച്ചപ്പെടുത്തിയാൽ മതി. ഇപ്പം ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗോവയെ ഒരു രാജ്ഭവന് ജനങ്ങളുമായിട്ടൊന്ന് കൂടുതൽ അടുപ്പിച്ച് ആക്കി മാറ്റി. ഇവിടെ നമ്മുടെ കേരളത്തിൽ രാജ്ഭവൻ എന്ന് പറയുന്നത് ഈ SFIക്കാർക്കൊക്കെ മുഴുവൻ, അല്ലെങ്കിൽ CPMകാർക്ക് അതിൻ്റെ മുമ്പിൽ സമരം നടത്താനുള്ള ഒരിടമാക്കി മാറ്റുകയാണ് ചെയ്തത്. പണ്ട് തിരുവനന്തപുരത്ത് കേരളത്തിലെ രാജ്ഭവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പം സകല രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്യുന്നത് ഇവിടാണ്. കാരണം കേന്ദ്രത്തിനെതിരെയാണല്ലോ ഇവരുടെ സമരം മുഴുവൻ. അത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരിക. പക്ഷേ അവിടെ രാജ്ഭവനിലേക്ക് എല്ലാവരെയും വേണ്ട തരത്തിൽ അദ്ദേഹം ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രാജ്ഭവനെ ലോക് ഭവനാക്കി ഞാൻ മാറ്റി എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ അവിടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും, ഗോവ എന്ന് പറയുന്നത് പിന്നെ ഒരു ചെറിയ സംസ്ഥാനമാണല്ലോ, നമുക്ക് നമ്മുടെ ഒരു ജില്ല പോലൊക്കെ അല്ലേ നിൽക്കുന്നുള്ളൂ. 1-2 ദിവസം കൊണ്ട് ഓടി നടന്ന് കാണുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഇനി വേറൊരു ചേരിയായിട്ട് BJP രൂപം കൊള്ളുന്നോ? കാരണം ഗവർണർ പദവി പൂർത്തിയാക്കി വന്നിരിക്കുകയാണ്. ഇപ്പോൾ പലരും വാർത്ത കൊടുത്തിരിക്കുന്ന കണ്ടാൽ തോന്നും ഇദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയതാണ് കേന്ദ്ര നേതൃത്വം എന്ന്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കാലാവധി മിസോറാമിൽ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെയും 5 വർഷം പൂർത്തിയാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ നടപടിക്രമം അനുസരിച്ചുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ വേറൊരു ചേരി ഉണ്ടാകും എന്ന് വാർത്ത കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയാണ്. കാരണം അങ്ങനെ BJPയിൽ ചേരിപ്പോര് മുറുകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതും അത് വളർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതും ദേശാഭിമാനിയും CPMുമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 3ാം ചേരിയായി ശ്രീധരൻപിള്ളയുടെ വരവ് പോര് കനക്കും എന്നാണ്. ഈ പറയുന്നത് കേട്ടാൽ BJPയിലെ ഈ സകല വിഭാഗീയതയും തീർക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് കേരളത്തിലെ ഏതെങ്കിലും നല്ല ഒരു സുരക്ഷിതമായ മണ്ഡലം കൊടുക്കാം. 2016 അദ്ദേഹം ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. അന്ന് അതിശക്തമായ ത്രികോണ മത്സരമാണ്. ഇദ്ദേഹം 42,000-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. അന്ന് ചെങ്ങന്നൂരിൽ ത്രികോണമല്ല, ചതുഷ്കോണത്തിലേക്ക് പോയി. ശോഭന ജോർജും കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞ് നിൽക്കുകയായിരുന്നു. അല്ല, അന്ന് BJP വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ പരാജയപ്പെട്ടത് വിഷ്ണുനാഥ് സോളാർ സമരകാലത്തെല്ലാം കോൺഗ്രസിന്റെ ശബ്ദമായി മാറിയ ഒരു യുവ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത്. അല്ലെ, PC വിഷ്ണുനാഥിനെ കുറിച്ച് അവിടെ പരാതിയും ഉണ്ടായിരുന്നു. ആദ്യ തവണ വിജയിച്ചു കഴിഞ്ഞ് പിന്നെ മണ്ഡലത്തിൽ കിട്ടുന്നില്ല എന്നും പറഞ്ഞൊക്കെ ഇദ്ദേഹം ചാനൽ ചർച്ചകളിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു പരാതിയും ഉണ്ടായി. അതുകൊണ്ടാണ് പിന്നെ 21 വന്നിട്ട് നേരെ ഇനി കുണ്ടറയ്ക്ക് വിട്ടത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയെ പരാജയപ്പെടുത്തി നല്ല വിജയം. പക്ഷെ മണ്ഡലത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് നല്ല പോലെ. ഇനിയും കുണ്ടറ വിഷ്ണുനാഥിൻ്റെ തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുനാഥിനെ ഇനിയും കൊല്ലത്തേക്ക് കൊണ്ടുവരാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. കാരണം കൊല്ലം വളരെ ഈസി ആയിട്ട് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ചെങ്ങന്നൂരിൽ ചതുഷ്കോണ മത്സരം നടക്കുകയുണ്ടായി. അപ്പം ശ്രീധരൻപിള്ള അവിടെ നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തു. ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമുണ്ട്, പിന്നെ എഴുത്തുകാരൻ
എഴുത്തുകാരൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എടുത്തു പറയേണ്ട. അതിൽ അദ്ദേഹം ഏതാണ്ട് പിന്നെ 117 ഗവർണർ ആവുന്നതിന് മുമ്പ് 117 പുസ്തകങ്ങൾ കേട്ടോ. ഗവർണർ ആയ ശേഷം 270 പുസ്തകങ്ങളും എഴുതി, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. 50 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനവും. അപ്പം രാഷ്ട്രീയക്കാരൻ, പിന്നെ എഴുത്തുകാരൻ, പ്രഭാഷകൻ, അഭിഭാഷകൻ എന്നീ നിലകളിലെല്ലാം ശ്രീധരൻപിള്ള അറിയപ്പെടുന്ന ആളാണ്. ഈ ശബരിമല യുവതീ പ്രവേശ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വലിയ സുവർണാവസരം കിട്ടി മുതലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അത് എന്തായാലും അത് വേറൊരു വഴിക്കൂടെ പോയി. പാർട്ടിയിൽ പിന്നെ അവിടെ വിഭാഗീയതയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ ഗവർണർ സ്ഥാനത്തേക്ക് മാറ്റി വിട്ടത്. ഒരുപക്ഷെ അങ്ങനൊരു 3ാം ചേരിയിലേക്ക് പോകുമോ എന്നുള്ളത് അതൊക്കെ ഒരുതരം ഭാവന സങ്കല്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലേക്കൊന്നും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ NSSന്റെ വലിയ പിന്തുണ ലഭിക്കാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നുണ്ടല്ലോ. അതെ, കാരണം NSSുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ശ്രീധരൻപിള്ള. ഗോവയിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ പെരുന്നയിലൊക്കെ കയറുകയും സുകുമാരൻ നായരുമായിട്ടൊക്കെ ബന്ധം സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് BJPക്ക് അനുകൂല ഘടകമാക്കി മാറ്റാനും കഴിയും. പിന്നെ ചെങ്ങന്നൂരിൽ തന്നെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട അടുത്താണ് NSS ആസ്ഥാനം ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ അതൊക്കെ അനുകൂല ഘടകമായി തീരുകയും ചെയ്യും. ഇനി അതല്ല, വേറെ ഏതെങ്കിലും ഒരു പിന്നെ ഗവർണർ സ്ഥാനത്തേക്കോ മറ്റോ ഇദ്ദേഹത്തെ നീക്കിയാൽ, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ലത് കേരള രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ നല്ല ജയസാധ്യത ഉറപ്പുള്ള ക്ലാസ് മണ്ഡലം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിയമസഭയിൽ ആദ്യം BJPയുടെ ഒരു വമ്പൻ നിര തന്നെ വരട്ടെ. BJPയുടെ ഒരു വമ്പൻ നിരയായിരിക്കണം ആദ്യം 2026 വരേണ്ടത് തന്നെ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരോ അതുപോലുള്ള ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയുള്ളവരുടെ ഒരു നിര വരുന്ന കൂട്ടത്തിൽ ശ്രീധരൻപിള്ളയും ആകണം. എന്നാലേ അത് പിന്നെ പാർട്ടിക്ക് കൂടുതൽ ശക്തി പകരത്തുള്ളൂ. നാം നേരത്തെ പറഞ്ഞ പോലെ NSS മാത്രമല്ല, ക്രൈസ്തവ വിഭാഗവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴാണ് പുതിയ പുതിയ മുഖങ്ങൾ വന്നത്. പക്ഷെ BJPക്ക് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ വിഭാഗവുമായി വലിയ ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീധരൻപിള്ള. പ്രത്യേകിച്ച് ചെങ്ങന്നൂരിലെല്ലാം അത് വോട്ടിങ്ങിലും കണ്ടിട്ടുണ്ട്. ഗോവയിൽ ഓർക്കണം, ഗോവയിൽ ക്രൈസ്തവ വിഭാഗമാണ് കൂടുതലുള്ളത്. അവരുമായിട്ട്, കാരണം ഇദ്ദേഹം അവിടെ മുഴുവൻ സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ വലിയ ആ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുത്തു എന്നുള്ളതാണ്. അത് ഇങ്ങോട്ടേക്ക് കൂടി എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ BJPയോട് അല്പം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കൂടുതൽ അനുകൂല ഘടകമാക്കി മാറ്റാൻ ഇവിടുത്തെ നേതൃത്വം ഇതിന് കഴിയും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇനിയൊരു ഗവർണറായിട്ട് കൂടി പോയാൽ കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ആദ്യത്തെ 1ാം നിര തന്നെ നിയമസഭയിൽ ഉണ്ടാകണം. ഈ രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനും ഇങ്ങനെയുള്ളവരൊക്കെ, K സുരേന്ദ്രനും ഒക്കെ ഉള്ളവരുടെ ഒരു നിര തന്നെ, MT രമേശ്, ആ വമ്പന്മാരുടെ നിരയുണ്ടല്ലോ. പിന്നെ കൃഷ്ണദാസ്. ഇപ്പോൾ നമ്മളൊരു 11 മണ്ഡലമാണ് വിജയം ഉറപ്പായിട്ടുള്ളത് പറയുന്നത്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ചാണ്. അതിലൊന്ന് ശ്രീധരൻപിള്ളയ്ക്കുള്ള മണ്ഡലം കൂടി ആയിരിക്കണം. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ അങ്ങനെ ഉള്ള ഇടമാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി നിയമസഭയിൽ എത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇനിയൊരു ഗവർണർ പദവിയിലേക്ക് അദ്ദേഹത്തെ വിടാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.